ഭരത് ഗോപി ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊന്നായിരുന്നു ഗായത്രി ദേവി എൻ്റെ അമ്മ. അതിൽ സീമ ഉണ്ട്, റഹ്മാൻ ഉണ്ടല്ലോ, റഹ്മാനാണ് പ്രധാന റോള്. പക്ഷെ അതിൽ ഡയലോഗൊക്കെ ഉണ്ട്, 101, 501, 1001 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ പുണ്യമാണ്, അങ്ങനെയൊക്കെയുള്ള. അത് തികച്ചും ഒരു വ്യത്യസ്ത. ഗായത്രി ദേവി എൻ്റെ അമ്മ, അതുപോലെ തന്നെ അധ്യായം 1 മുതൽ ഇത് രണ്ടും വേറൊരു ലെവലിൽ നിൽക്കുന്നു. ജോൺ പോളും വേണുനാവളിയാണ് അത് എഴുതിയത്. ജോൺ പോളാണ് അധ്യായം. അത് ഞാൻ എൻ്റെ റൂട്ട് ഏതാണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാനൊക്കെ മുമ്പുള്ള എൻ്റെ സിനിമകളാണ്. എന്തായാലും നല്ല സിനിമകളുടെ ഒരു വഴി പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ബാലഗോപാലൻ തൊട്ടാണ് ഇതാണ് എൻ്റെ കറക്റ്റ് വഴിയെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് ജോൺ പോളിൻ്റെ സിനിമകളും ഭരതൻ്റെ ഒക്കെ പടങ്ങൾ എഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ വേണുനാവളിയായിട്ടുള്ള വേണു കുറച്ചുകൂടി ഡ്രമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ സീൻസൊക്കെ എഴുതുന്ന ഒരാളാണ്. എന്താണ്, എൻ്റെ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ ചെയ്തിട്ട് അച്ഛൻ അമ്പലങ്ങളും പള്ളികളും കയറിയിറങ്ങും, പുണ്യം വിലയ്ക്ക് വാങ്ങി. അച്ഛൻ വാങ്ങിച്ച പുണ്യം നിന്നാണ് ഞാൻ വളർന്നത്. അതൊക്കെ വളരെ ഇപ്പോഴും വേണുൻ്റെ ഈ അഭിനേതാക്കളുടെ കാര്യം വരുമ്പോൾ വളരെ ഹൃദയത്തോട് അടുത്ത് നിന്ന അഭിനേതാക്കൾ ഒട്ടേറെ പേർ, അവരുടെയൊക്കെ അഭാവം സിനിമ എടുക്കുമ്പം ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്? അതൊരു വലിയ ഇഷ്യൂ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ എൻ്റെ ഒരു ടീം എന്ന് മൊത്തം പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. എനിക്ക് മെയിൻ ക്യാരക്ടേഴ്സ്, ലീഡ് ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും സിനിമ ചെയ്യാമെന്നുള്ളൊരു ധൈര്യം, ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതായത് ഇന്നസെൻറ്റും നെടുപടി വീണും ശങ്കരാടിയും മാമുക്കോയും ലളിത ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാനത് പലപ്പോഴും പറയാറുണ്ട്, ഈ സീൻസ് വർക്ക് ചെയ്യുമ്പോൾ, സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുമ്പോൾ കഥാപാത്രങ്ങളുടെ മുഖങ്ങളില്ലാതായിരുന്നു. മറ്റിപ്പോൾ എൻ്റെ വീട്ടിലൊരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരവേൽപ്പ് ചെയ്യുമ്പോൾ അത് ശങ്കരാടി, പിന്നെ നമ്മളെ ശങ്കരാടിയാണ് കൊണ്ടുപോകുന്നത് സീൻസ് വർക്ക് ചെയ്ത് പോകുമ്പോൾ. അല്ലെങ്കിൽ ഇത് ഇന്നസെൻറ്റ്, ഇതെങ്കിൽ ഇത് മാമുക്കോയ, ഇത് ലളിത ചേച്ചി എന്ന് നമ്മൾ മുൻകൂട്ടി പറയും. സാധാരണ ഫിലിം മേക്കിങ്ങിന് റിയലായിട്ട് അങ്ങനെയല്ല എന്ന് പറയും. പക്ഷേ ഞാൻ ചെയ്യാറുള്ളത്, നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റ് അപ്പോൾ ഇവർക്ക് മുഖങ്ങളായി. ഇന്നിപ്പോൾ അത് വളരെ അപൂർവമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിലിപ്പോൾ സിദ്ദിഖിൻ്റെ, ഈ പടത്തിൽ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ നേരത്തെ വന്നു, ലാലു അലസിൻ്റെ ക്യാരക്ടറാണ്. ബാക്കി പലർക്കും ഇപ്പോൾ സംഗീത് പ്രതാപ് അടക്കം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാണ്, കഥാപാത്രങ്ങളിലേക്ക് ഫില്ല് ചെയ്യാണ്. കഥാപാത്രങ്ങൾ അതിലേക്ക് അവർക്ക് ഇതാവാൻ ആദ്യം ആരാണ് നല്ലത്, അപ്പോൾ അയാളെ പിക്ക് ചെയ്യുക, അങ്ങനെയുള്ള. അപ്പോൾ ഇന്ന ആൾക്കാർ അതാണോ ആദ്യമേ, അത് പിന്നെ റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ ഇവരെ വിളിച്ചു വരത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ഒടുവിലൊക്കെ പറയാറുണ്ട്, സത്യൻ എന്നെ വിളിക്കുന്നത് കല്യാണത്തിന് വിളിക്കുന്ന പോലെയാണെന്ന്. അപ്പോൾ 1-ാം തീയതി തുടങ്ങുകയാണ് പടം, വന്നേക്കുക എന്നാണ്. എന്ത് റോളെന്നൊന്നും അവരും ചോദിക്കുന്നില്ല, അവർക്ക് റോളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്.